നമസ്തേ. ഗതാഗത മന്ത്രി സി.പി. ജോൺ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ പറയുന്നു, അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. മറിച്ച് നമ്മുടെ കപട സദാചാര പ്രബുദ്ധ ബോധമാണ് നമ്മളെ കൊണ്ട് ഇത്തരത്തിലൊക്കെ ചിന്തിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളി. എനിക്കറിയാം, സ്ത്രീകൾ ഒന്നടങ്കം ഗതാഗത മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ലേ: ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ, ബസ്സിന് പോകാൻ കാശില്ലാത്ത സ്ത്രീകൾ, അവർ മക്കളെ സ്വകാര്യ സ്കൂളിലേക്ക് വിടുന്നു. ഗവൺമെന്റ് സ്കൂളില് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള ഒരു നഗ്ന യാഥാർത്ഥ്യം കൂടി അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഫീസ് കൊടുക്കേണ്ടതില്ലാത്ത പ്രൈവറ്റ് സ്കൂളുകൾ പോലും ഇവിടെയുണ്ട്, പക്ഷെ അവിടങ്ങളിലേക്ക് ആരും വിടുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ആശുപത്രിയിലെ കാര്യത്തിലേക്ക് അദ്ദേഹം വരികയാണ്. അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ പറയുമ്പോഴും ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഇവരാരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നില്ല. ഇവരെ ഭർത്താവിനെയും അച്ഛനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിലേക്ക് വരികയാണ്, അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉണ്ട്: പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ വളരെ വളരെ നമ്മൾ പറയില്ലേ, അങ്ങ് കത്തിച്ചു വിടാൻ പറ്റിയ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു എന്നറിയാമോ? ആശുപത്രി വരാന്തയിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കത്തിച്ചു വിട്ട ഒരു ഭാഗം. ഇതിൽ ഒരു വലിയ പങ്ക് മാധ്യമങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ മാധ്യമങ്ങളെ നമുക്ക് അറിയാമല്ലോ, റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളൊക്കെയും അദ്ദേഹം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണോ? ഒരു വിധപ്പെട്ട എല്ലാവരുടെയും മക്കൾ പഠിക്കുന്നത് CBSE ഉൾപ്പെടെയുള്ള സ്കൂളുകളിലാണ്. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരത്തിൽ ഫീസ് കൊടുക്കുന്ന സ്കൂളുകളിലേക്ക് കുട്ടികളെ വിട്ടിട്ട് ഇവര് പോകുന്നത് ഈ പറയുന്ന സർവീസിലേക്കാണ്. പ്രിയദർശിനി സർവീസ് ആണല്ലോ ഇതിന്റെ ആധാരമായിട്ടുള്ള വിഷയം. സത്യത്തിൽ അവിടെ സർക്കാരിന് കണ്ണു തള്ളി എന്നുള്ളതാണ്. ഇത്രയും വനിതകള് ഇടിച്ചു കയറുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. ഈ സർക്കാർ തന്നെ പ്രതീക്ഷിച്ചില്ല, ജനങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അവര് ഈ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയും അതിലേക്ക് ഇടിച്ചു കുത്തി കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബസ് പോകുന്നതൊക്കെ നമ്മളും കാണുന്നതല്ലേ. എന്തിനാണ് നമ്മൾ അങ്ങനെ പോകുന്നില്ല എന്ന് പറയുന്നത്? അതിൽ തന്നെ സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവർ കൂടി ഇത്തരത്തിൽ പോകുന്നുണ്ട്. ആ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള കമന്റ് നമ്മൾ ഈ പദ്ധതി വരുന്നതിന് മുമ്പ് തുടങ്ങി തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവമല്ലേ? വാസ്തവമല്ലേ ആ പറഞ്ഞിട്ടുള്ള കാര്യം? നമ്മൾ അത് സമ്മതിക്കാത്തത്, നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിലൊരു സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ നമ്മളൊന്ന് വളച്ചു കെട്ടിയെടുക്കും എന്നുള്ളതാണ്. ഇനി സർക്കാർ ആശുപത്രിയിലേക്ക് നോക്കൂ. ഞാനും സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വരുന്നുണ്ടല്ലോ, അവിടെ വലിയ നമ്മൾ പറയില്ലേ, സാധാരണക്കാരല്ല, അതിന് അപ്പർ ക്ലാസ് ഉള്ള ആളുകളും ഒക്കെ അവിടേക്ക് വരുന്നതായിട്ട് അവരുടെ വരവും പോക്കും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. അപ്പോ ഇതേ ആളുകൾ ബസ്സിൽ പോവുകയാണെങ്കിൽ പ്രിയദർശിനി ബസ് നോക്കി നിന്ന് കയറി പോകില്ലേ? അത് ചെയ്യും. അത് സർക്കാർ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അവകാശമാണ് എന്നുള്ളതാണ്. എനിക്ക് ഒരിക്കലും അതിനെ ഒരു ഔദാര്യം എന്ന് പറയാനായിട്ട് താല്പര്യമൊന്നുമില്ല. ഔദാര്യമല്ല, സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഔദാര്യമായിട്ട് കൊടുക്കേണ്ടുന്ന കാര്യമല്ല. ഇത് പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ജനങ്ങളുടെ അവകാശമായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞതിലെ
എവിടെയാണ് സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് സ്ത്രീകളുടെ മാത്രം കാര്യമായിട്ടല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെയാണ് ഈ വിഷയങ്ങളെ മുഴുവൻ ഇങ്ങനെ കട്ട് 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 പറഞ്ഞിട്ട് ഓരോന്നെടുത്ത് ഏറെ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താമോ മന്ത്രി, ഇതൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വല്ലാത്തൊരു എന്താ പറയാ, നമ്മൾ പറയും വല്ലാത്തൊരു ആവേശത്തോടു കൂടി ഈ വാർത്തയൊക്കെ പടച്ചു വിടുന്നതും ചർച്ചയിൽ വെക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കണം, ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീ എന്നുള്ള ഒരു വാക്ക് മാറ്റിയിട്ട് പൊതുജനം എന്നുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ, ആണും പെണ്ണും ഉൾപ്പെടെയുള്ള പൊതുജനമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ട് അനർഹരെ ഒഴിവാക്കുന്ന ഒരു പതിവ് നടപടികൾ നടക്കാറുണ്ടല്ലോ. ഓരോ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ഇത് നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റു ചില പ്രളയ ഫണ്ട് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴും പല അവകാശങ്ങളും പെൻഷൻ ഉൾപ്പെടെയുള്ളതിലൊക്കെ അനർഹരെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെയും അനർഹരായിട്ടുള്ളവരുടെ ലിസ്റ്റിൽ കയറി കൂടുകയും ഇത്തരത്തിൽ BPL കാർഡിലേക്കും മഞ്ഞ കാർഡിലേക്കും ഒക്കെ മാറിയിട്ട് പല ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇവരെയൊക്കെ കട്ട് ചെയ്ത് വിടുന്നത്. കട്ട് ചെയ്ത് വിട്ട ആൾക്കാർ പോലും പിന്നീടും ഇത്തരത്തിലുള്ള ലിസ്റ്റുകളിലേക്കൊക്കെ വന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അപ്പോ അവകാശങ്ങൾ അർഹമല്ലാത്ത രീതിയിൽ വാങ്ങിച്ചെടുക്കുന്നതിൽ കേരള ജനത ഇപ്പോ ഇത്രയൊക്കെ തുള്ളിക്കളിക്കണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുഖത്തേക്ക് നോക്കി തന്നെ നിൽക്കുന്നില്ലേ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സർക്കാരിന്റെ ലിസ്റ്റിലേക്ക് പോകേണ്ടുന്ന പല അവകാശങ്ങളും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒക്കെ നമുക്കറിയാം, വലിയ മണിമാളികകളും ഒക്കെ ഉള്ള ആളുകളുടെ റേഷൻ കാർഡ് നോക്കിയാണ്ടല്ലോ BPL ഒക്കെയാണ്. പെൻഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനർഹരായിട്ടുള്ളവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ലേ? കിട്ടാത്ത നാടൊന്നുമല്ലല്ലോ. ഇപ്പോഴും കൃത്യമായിട്ടൊന്ന് ആഞ്ഞു പിടിച്ച് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഇത്തരത്തിലുള്ള പല അവകാശങ്ങളും വാങ്ങിയെടുക്കുന്നുണ്ടാകാം. അപ്പോ മന്ത്രി CP ജോൺ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അദ്ദേഹം എന്നിട്ട് ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ പൊതുജനത്തിന്റെ പെരുമാറ്റ രീതി എന്താണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതിനെ ഒന്നുകൂടി ഓടിച്ച് നമ്മളൊന്ന് മനസ്സിലൂടെ ഒന്ന് വായിച്ചു നോക്കൂ. പ്രിയദർശിനി ബസ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി എന്നുള്ളത്. അവിടെ സ്ത്രീകൾക്ക് സർക്കാരിന് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത്, അർഹമായ സ്ത്രീകൾ ആരാണോ അല്ലെങ്കിൽ അവർക്കൊരു കാർഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് ആ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം എന്നുള്ള ഒരു രീതിയായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. ഇത് എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയുകയും ചെയ്തു. അവിടെയാണ് സർക്കാരിന് ഒരു അബദ്ധം പിണഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഈ സർക്കാർ അനുവദിച്ച പ്രിയദർശിനി ബസ് സർവീസ് ആയിക്കോട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ, ഇതില് കയറി പോകുന്ന എല്ലാവരുടെയും, ഒരുവിധപ്പെട്ട എല്ലാവരുടെയും, നമുക്കറിയാം കൂലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മക്കളൊക്കെ പലപ്പോഴും പഠിക്കുന്നത് ഈ കാര്യത്തിലാണ്. എന്നിട്ട് പണം കൊടുത്ത് പഠിക്കേണ്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നത്. ഈ പഠിക്കുന്നതിന്റെ കാരണം രണ്ടാമത് വിശദീകരണം ചോദിക്കാനായിട്ട് മാധ്യമങ്ങൾ ചെല്ലുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പക്ഷേ തങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് മാറ്റാനായിരിക്കും, അത് അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാനായിരിക്കും അവർ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിലും എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് നമ്മളല്ലേ? സത്യത്തിൽ അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയിൽ അദ്ദേഹം ലജ്ജിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ചകൾ പോകുന്നത്. എന്തിനാണ് ലജ്ജിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ഉള്ളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം അനർഹമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട്
ഓരോരുത്തരും പരിശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആരൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ അറിഞ്ഞിട്ടില്ലേ? ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ വായിച്ചിട്ടില്ലേ? എനിക്ക് ഒരിക്കലും മന്ത്രി CP ജോൺ പറഞ്ഞ സ്ത്രീ എന്ന് ഉപയോഗിച്ചതിനെ ഞാൻ എതിർക്കുന്നുണ്ട്. പക്ഷെ പൊതുവായ അവകാശങ്ങൾ അർഹതപ്പെട്ടവരിൽ നിന്ന് അനർഹരിലേക്ക് പോകുന്ന സാഹചര്യം ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതൊന്നുമല്ല. ഇപ്പോ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സർക്കാരിനെ ഉന്നമിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉന്നയിക്കാം. ഇതെല്ലാം ശരി തന്നെ എന്നിരിക്കലും നമ്മൾ വളരെ ആക്രമണോത്സുകതയോടുകൂടി ഒരാളെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ലക്ഷ്യം വെച്ച് എന്ത് ചെയ്താലും അതിനെ നമ്മൾ വിമർശിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് ഇന്നും പൊതുജനം പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും വിവാദമാക്കിയെടുക്കാനേ കഴിയുകയുള്ളൂ. സത്യത്തിൽ ഈ വിവാദം എന്നുള്ള വാക്കിനെ പോലും ഒന്ന് മാറ്റി നിർത്തി ആലോചിച്ചു നോക്കൂ. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾ, അതായത് നമ്മൾ കൃത്യമായി പറയുന്ന, നമ്മൾ പറയില്ല, മുഖ്യധാര പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നവർ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് അവർ എത്തിക്കാൻ ശ്രമിക്കുന്നത് വിവാദമാണ്. ഈ കാര്യത്തിലും എനിക്ക് ഇത്തരത്തിലാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ മനനം ചെയ്ത് നോക്കണം. എല്ലാത്തിനെയും വല്ലാത്തൊരു ആക്രമണോത്സുകതയോട് മാത്രം നോക്കി കാണുകയും അവർക്ക് ഒരു വിഭാഗം ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടാനോ നമുക്ക് വ്യൂസ് കൂട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തിനേയും എടുത്തിട്ട് അമ്മാനമാടുമ്പോൾ നമുക്ക് അത് ശരിയാണോ എന്ന് കൂടി ആലോചിക്കണം. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ട്രോളുകളൊക്കെ ചെയ്യാം. വളരെ രസകരമായിട്ട് കൃത്യമായ രീതിയിൽ ട്രോളുകൾ ചെയ്യുകയും അതിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് എന്തിനേയും വിമർശിക്കുക എന്നുള്ള രീതിയിലേക്കും, ഒരു മന്ത്രിസഭ രൂപീകരിച്ച് ഒരു 2 മാസം മാത്രം സമയം പിന്നിടുമ്പോൾ അവർക്കിടയിൽ തന്നെ അടിയുണ്ടാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് ഇതേക്കുറിച്ച് തോന്നിയത്? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവമുണ്ടോ? കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.